Good morning, all of you. ഇന്ന് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നവോത്ഥാന ശാസ്ത്രകാരന്മാരെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തു അല്ലേ? ജസ്റ്റ് ഐ മെൻഷൻഡ് ദെയർ നെയിംസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. അവരുടെ പേരെന്ന് പറഞ്ഞു, അവർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് കോപ്പർനിക്കസ്, സൗരയൂഥ സിദ്ധാന്തം, തിയറി ഓഫ് സോളാർ സിസ്റ്റം. രണ്ടാമത് ആരായിരുന്നു? ഗലീലിയോ ഗലീലി, ടെലസ്കോപ്പ്. മറ്റൊരാള് ജോഹാനസ് ഗുട്ടൻബർഗ്, പ്രിന്റിംഗ് മെഷീൻ. അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ മൂന്ന് സംഭവങ്ങളും ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച കണ്ടുപിടുത്തങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം എന്തായിരുന്നു നമുക്കറിയാം. നമുക്കൊന്ന് നോക്കാം എന്തായിരുന്നു. പണ്ട് നമുക്കറിയുന്നത് സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. സൺ ഈസ് ദ സെന്റർ ഓഫ് സോളാർ സിസ്റ്റം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ആൾ ദി അതർ പ്ലാനറ്റ്സ്, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അതിനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമുക്കറിയാം. എന്നാൽ ഇറ്റ് വാസ് ബിലീവ്ഡ് ബിഫോർ ദ റിനൈസൻസ് പീരീഡ്, നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പ് അത് വിശ്വസിക്കപ്പെട്ടിരുന്നത് ഭൂമിക്ക് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഭൂമിയാണ് സെന്റർ ഓഫ് സോളാർ സിസ്റ്റം, ഭൂമിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നും വിശ്വസിച്ചു. എന്നാൽ ഇത് ശരിയല്ലെന്ന് കോപ്പർനിക്കസ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനുള്ള. പിന്നീട് ഗലീലിയോ ഗലീലി ഇൻവെന്റഡ് ടെലസ്കോപ്പ്. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് കണ്ടെത്തിയപ്പോൾ ഈ കാര്യം, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞ കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് ഗലീലിയുടെ ടെലസ്കോപ്പിലൂടെ അദ്ദേഹം അത് ഉപയോഗിച്ചുകൊണ്ട് അത് തെളിയിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം വലിയ മാറ്റങ്ങൾക്ക് ശാസ്ത്ര രംഗത്ത് ഇത് വഴിതെളിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇനി അപ്പൊ കോപ്പർനിക്കസിന്റെ കണ്ടെത്തൽ ശരിയാണെന്ന് ഗലീലിയോ ഗലീലിയും തെളിയിച്ചു. ഇനി ഈ കാര്യങ്ങളൊക്കെ ലോകത്തേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുന്നതിന് സഹായിച്ച കണ്ടുപിടുത്തമായിരുന്നു ജോഹന്നസ് ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് മെഷീൻ. ആദ്യകാലങ്ങളിൽ ചെറിയ ചെറിയ മരത്തിന്റെ അച്ചുകൾ, വുഡൻ ആൽഫബറ്റ്സ്, മരം കൊണ്ടുണ്ടാക്കിയ അക്ഷരങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടുള്ള ഒരു പ്രിന്റിംഗ് മെഷീനായിരുന്നു ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള പ്രിന്റിങ്ങുകളൊന്നും അന്നില്ലല്ലോ. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ വളരെ എളുപ്പത്തിൽ, ഇറ്റ് ഈസ് വെരി ഈസി ടു പ്രിന്റ് എവരിതിങ് അല്ലെ. കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അത് നേരെ പ്രിന്റിംഗ് മെഷീനിന്റെ സഹായത്തോടു കൂടി പ്രിന്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇഫ് യു ആർ ഇൻ അവർ സ്കൂൾ,
നിങ്ങൾ സ്കൂളിലായിരുന്നെങ്കിൽ നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ എന്തുണ്ട്, ഒരു പ്രിന്റിംഗ് പ്രസ്സൊക്കെ ഉണ്ട്, നമുക്കത് പോയി കാണാമായിരുന്നു. അപ്പൊ എന്തായാലും ഇതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. പ്രിന്റിംഗ് മെഷീൻ ഇതുണ്ടാക്കിയതോടുകൂടി നമ്മൾ പറഞ്ഞല്ലോ, ഈ നവോത്ഥാന സംഭവ വികാസം, നവോത്ഥാനത്തിലുണ്ടായ എല്ലാ കണ്ടുപിടുത്തങ്ങളും പുരോഗതികളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വളരെ വേഗം സാധിച്ചു എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത, അല്ലേ? അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത്. നമുക്ക് കാണാൻ സാധിക്കും 1439 അദ്ദേഹം ഇത് കണ്ടെത്തിയതെന്നും ലോകത്ത് പുതിയൊരു വായനാ സംസ്കാരം, പുതിയ റീഡിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. വി കം ടു നെക്സ്റ്റ് പാർട്ട്. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഒന്നിച്ചാവുമ്പോൾ 2 കൂട്ടർക്കും എളുപ്പമാകും. അപ്പോൾ കുറച്ച് സൗകര്യപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്തായാലും നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ തരാം, എങ്ങനെ വേണമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഇത് നമ്മൾ പറഞ്ഞു, മത മേഖലയിൽ, മതത്തിലും നവോത്ഥാനം ഒരുപാട് സ്വാധീനം ചെലുത്തി. ഇതിന് നമ്മൾ റിഫോർമേഷൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. റിഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു പരിഷ്കരണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് നോക്കാം എന്താണ് ഇത്. മതപരമായിട്ടുള്ള മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഇത് പ്രധാനമായിട്ടും യൂറോപ്യൻ ക്രിസ്തു മതത്തിലുണ്ടായിരുന്ന ചില പരിഷ്കരണങ്ങളാണ് റിഫോർമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു 16-ാം നൂറ്റാണ്ടിൽ എന്നാണ്. അങ്ങനെ മതരംഗങ്ങളിൽ, മതകാര്യങ്ങളിൽ ഒരുപാട് പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റിഫോർമേഷൻസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അതിലും ഉൾപ്പെടുത്തപ്പെടുകയും പ്രധാനമായിട്ടും യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ എത്തിക്കാൻ വളരെ പ്രയോജനകരമായ കാര്യമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിന്റിംഗ് മെഷീന്റെ കണ്ടെത്തൽ. ജോഹാനസ് ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് മെഷീന്റെ കണ്ടെത്തൽ അത് യൂറോപ്പിലാണ് ഉണ്ടായതെങ്കിലും വളരെ വേഗം തന്നെ ഈ സംഭവം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ളത് ഞാൻ പറഞ്ഞ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇൻ സെർച്ച് ഓഫ് ന്യൂ സീ റൂട്ട്സ് എന്ന് ഇംഗ്ലീഷ് പറയും, അഥവാ പുതിയ കടൽ മാർഗങ്ങൾ കണ്ടെത്തുന്നു. അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഇൻ സെർച്ച് ഓഫ് ന്യൂ സീ റൂട്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. വീഡിയോക്ക് ശേഷം നമുക്ക് ഈ ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ് എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. അത് നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ. Geographical discoveries. Till the 15th century AD, the Europeans imported condiments, sugar, silk, textile, and other valuables from Eastern countries. Constantinople or Istanbul was the center of this trade between Europe and Asia, because all the land routes between Europe and Asia were across this city. The Ottoman Turks captured Constantinople in 1453 AD. They blocked all the land routes between Europe and Asia. As a result, the trade between Europe and Asia was affected. Therefore, European sailors like Bartholomew Dias, Columbus, Amerigo Vespucci, and Vasco da Gama tried to find a new sea route to eastern countries like India. In the process, they ended up discovering new lands never known to mankind till then. The Portuguese sailor Bartholomew Dias tried to find a sea route to India around the coast of Africa. He reached the southern tip of Africa. He could not proceed further. He called this tip as Cape of Good Hope.
Columbus set out in search of India towards the west across the Atlantic Ocean to reach India. He landed on a shore which he wrongly believed to be Indian territory. Later, the Italian sailor Amerigo Vespucci reached the same shore following the route taken by Columbus. Because of him, it became clear that it was not the coast of India. It was a new land which he named as America after his own name Amerigo. Finally, it was Vasco da Gama, a Portuguese sailor, who discovered the sea route to India in 1498 AD. In 1519 AD, Ferdinand Magellan, a Portuguese sailor, set out on a voyage with the purpose of circumnavigating the earth. Unfortunately, he was killed in a skirmish before he completed the voyage, but his co-sailors completed the circumnavigation. This was the first sea voyage around the globe in the history of the world. നമ്മൾ ആൾറെഡി വി ഹാഡ് സീൻ, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ റോമ സാമ്രാജ്യം തകർന്നടിയുകയും യൂറോപ്യന്മാർക്ക് ഏഷ്യയിലേക്ക് ഉണ്ടായിരുന്ന വഴി നഷ്ടപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലേക്കുള്ള അവരുടെ കച്ചവടങ്ങൾ തുടരണമെങ്കിൽ പുതിയ വഴി കണ്ടെത്തുക നിർബന്ധമായിരുന്നു. ഈ വഴി കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ നാവികന്മാർ അല്ലെങ്കിൽ ഈ കടൽ സഞ്ചാരികളായിട്ടുള്ള ഒരുപാട് യൂറോപ്യന്മാരെ നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇവരൊക്കെ ഏഷ്യയിലേക്കുള്ള വഴി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം, നമ്മുടെ വാസ്കോ ഡി ഗാമ ആദ്യമായിട്ട് അങ്ങനെ ഈ ശ്രമത്തിന് വിജയിച്ച വ്യക്തിയായിരുന്നല്ലോ വാസ്കോ ഡി ഗാമ. പോർച്ചുഗീസുകാരനായിരുന്ന വാസ്കോ ഡി ഗാമ നമ്മുടെ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങുകയും പുതിയൊരു കടൽ മാർഗം ഏഷ്യയിലേക്ക് കണ്ടെത്തുകയും ചെയ്തു. കടലിലൂടെയുള്ള വഴി എന്താ, നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കും, എന്തിനിപ്പോൾ കടലിൽ കൂടി പോണ വിമാനമല്ലേ അല്ലേ? ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കടലിൽ കൂടി പോകണം, കടലിൽ വഴി കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. Nowadays we have such facilities അല്ലേ? പക്ഷെ അന്ന് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഇന്ന് നമുക്ക് മണിക്കൂറുകളും ഈ കുറഞ്ഞ സമയം മതി. അന്ന് അവർ കപ്പലിൽ ഇറങ്ങി, അല്ലെങ്കിൽ കപ്പലിൽ ഇന്നത്ര സൗകര്യങ്ങളുള്ള കപ്പലുകളൊന്നും അന്നില്ല. കടലിൽ അവർക്കുള്ള സൗകര്യങ്ങളുണ്ട്, അവർ കടലിലേക്ക് അങ്ങ് ഇറങ്ങാണ്. അവർക്ക് ഏത് വഴിക്ക് പോകണമെന്നോ എങ്ങനെ എത്തുമെന്നോ ഒന്നും അറിയാതെയുള്ള അനന്തമായ യാത്ര. അവസാനം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു തീരത്തെത്തിച്ചേരും. അങ്ങനെയുള്ള യാത്രക്കൊടുവിൽ വാസ്കോ ഡി ഗാമ, പോർച്ചുഗീസുകാരനായ വാസ്കോ ഡി ഗാമ ആയിരുന്നു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിന് ശേഷം ആദ്യമായിട്ട് ഏഷ്യയിലേക്കുള്ള വഴി കണ്ടെത്തിയത്. നമുക്ക് നോക്കണം, അത് തന്നെ നമ്മൾ ഇന്ത്യയിലായിരുന്നു. ഏഷ്യയിൽ തന്നെ ഇന്ത്യയിലേക്കാണ് അദ്ദേഹം എത്തിയത്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിലായിരുന്നു. കേരളത്തിൽ തന്നെ നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള നമ്മളെ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം കപ്പലിറങ്ങിയത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ചരിത്രങ്ങളാണ്. എന്നാലും ഈ ഒരു സന്ദർഭത്തിൽ ഞാനത് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്ത പാഠത്തിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം, ഈ നവോത്ഥാനം വ്യവസായ വിപ്ലവത്തിലേക്ക് വഴിവെക്കുകയും ലോകത്താകമാനം സാമ്പത്തികമായിട്ടുള്ള വമ്പിച്ച കുതിച്ചുചാട്ടം ഉണ്ടാവുകയും ചെയ്തു. Renaissance in the field of science helped to find out new machines which helped the production very easily. Production became very easily and simply. അല്ലേ? ഉൽപാദനം വളരെ വേഗത്തിലായി. പുതിയ മെഷീനുകളുടെ കണ്ടുപിടുത്തത്തോടുകൂടി ഉൽപാദന മേഖല വളരെ വേഗത്തിലായി. ഇറ്റ് റിസൾട്ടഡ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ഡിക്രീസ്ഡ്, അഥവാ ഉൽപാദന ചെലവ് വളരെ കുറഞ്ഞു. എന്നാലോ പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്, ഉൽപാദനം ഒരുപാട് കൂടി, അതിനുള്ള ചെലവ് വളരെ കുറവും. ഇങ്ങനെ വന്നപ്പോൾ സാമ്പത്തികമായിട്ട് വമ്പിച്ച കുതിച്ചുചാട്ടം തന്നെ വ്യവസായ വിപ്ലവത്തിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ
വി ഫൗണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് അല്ലെ, പ്രൊഡക്ഷൻ ഇൻക്രീസ്, ഉൽപാദനം വർദ്ധിച്ചു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്, ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള വില അല്ലെങ്കിൽ ചെലവ് വളരെ കുറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ലാഭം കൂടുകയാണ്. നമ്മൾ കണ്ടു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. ഫസ്റ്റ് വി ഡിസ്കസ് ദ റിനൈസൻസ് ബിഗാൻ ഇൻ ഇറ്റലി. റിനൈസൻസ് ആരംഭിച്ചത് എവിടെയായിരുന്നു? റിനൈസൻസ് ആരംഭിച്ചത് ഇറ്റലിയിലായിരുന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ഇംഗ്ലണ്ടിൽ. ഈ വ്യവസായ വിപ്ലവത്തോടെ ഒരുപാട് പുരോഗതി ലോകത്തുണ്ടായി. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ടുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം, വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഈ പാഠത്തിന്റെ ഏകദേശം അവസാനത്തിലെത്തി നിൽക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ we can discuss more about this in our next class. Okay.